നളിനിയുടെ കല്യാണം കഴിഞ്ഞത് ജയിലിൽ വെച്ചറിഞ്ഞു. അന്നേ ഉറപ്പിച്ചതാ ഇങ്ങോട്ടിന് വരരുതെന്ന്. പക്ഷേ നീ, അമ്മ, അച്ഛൻ എല്ലാരെയും ഓർത്തപ്പോ വേണ്ടായിരുന്നു. ഇനി ഞാനിവിടെ വന്നിട്ട് കാര്യമില്ല മോളെ. ഇനി ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എങ്ങോട്ടാ ചേട്ടാ? അറിയില്ല, എങ്ങോട്ടെങ്കിലും പോകണം. നിന്നോട് മാത്രമേ പറയാനുള്ളൂ. മോള് പോയിക്കോ. എന്റെ ചേട്ടാ, നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ഒക്കെ അവിടത്തേക്ക് ഈശ്വര, ഈ സമാധാനം ഒന്ന് നിലനിന്ന് കണ്ടാ മതിയായിരുന്നു. ചതിച്ചു ഭഗവാനെ, ചുറ്റിക്കാച്ച് പിരിക്കാൻ 10 ദിവസത്തിന് ഷാപ്പുകാരെ കുട്ടിയാണ് കറിയായും പാപ്പിയും കുഞ്ഞുമർക്കി ചേട്ടനും കൂടി പള്ളിമണി അടിച്ച ആളെ കുട്ടിയാണ്. രാവുണ്യായിരം ആളുകളും കുട്ടിനാണുവിന്റെ ഭാഗത്താണ്. പോലീസിനും ആള് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്. ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ്. ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല. നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കണം. അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കും ബഹളം എന്ന് കരുതി നമ്മൾ സാരമാക്കാണ്ടിരുന്നൂടാ. ആ കള്ളക്കാഫറുകള് പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൂടുന്നില്ല. കരുതി നിൽക്കണം. ഓരോ തട്ടി ഓരോ തട്ടി ഓരോ തട്ടി ഓരോ തട്ടി ഓരോ തട്ടി ഓരോ തട്ടി ഓം കളി 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 തൊട്ട് കളിച്ചെന്നാൽ തൊട്ട് കളിച്ചെന്നാൽ തൊട്ട് കളിച്ചെന്നാൽ തൊട്ട് കളിച്ചെന്നാൽ എന്റെ ദൈവമേ, ഇവരെ രക്ഷിക്കാൻ ആരെ കൊണ്ടുപോയി. ഇടുത്തിയും പേമാരിയും വീണ് പേരോടെ നശിച്ച് ഇവരെ പഠിക്കൂ. മനനം ഉരുവിട്ട ശാപരസുകൾ സത്യമായി. മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സുരി. ആ കണ്ണിന് ശാപത്തിന്റെ പേമാരിയായി ഒഴുകി. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. അവൻ ആകാശത്തു നിന്നും അഗ്നിയും ഗന്ധർവവും വർഷിച്ചു. ആകാശത്തിന്റെ കീഴിൽ നിന്നും ജീവശ്വാസങ്ങളെ സകലതിനെ നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി. അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും തുറന്നു. ആകാശത്തിന്റെ കീഴ്വാതിലുകളും തുറന്നു.
ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങാർതൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി. പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി. പാടശേഖരങ്ങളും വൻമരങ്ങളും കുത്തിയൊഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. നിസ്സഹായരായി പ്രത്യാശയത്തിൽ നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട്. ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ. എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. 100 കണക്കിനടി ആഴത്തിൽ ഇവിടെ മണ്ണിളകി പോയിട്ടുണ്ട്. സമീപഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. അടുത്തുള്ള അധിവാസയോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ്. നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള കണിയാൻ കുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ്. ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും. അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷി ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും. അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം. നിങ്ങളിൽ ഒരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്കില്ല. ഒരു ചെറുനാമ്പ് പോലും കേൾക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും. സാറന്മാര് പറഞ്ഞത് ശരിയാണ്. ദൈവവിധിയാണ് സംഭവിച്ചത്. നമ്മൾ ഇവിടെ വിട്ട് പോയേ മതിയാവും. ഈ മലമ്പ്രദേശം 100 മേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. ഞങ്ങൾ തയ്യാറാണ് സാർ. എന്താ വെള്ളം തിളച്ചോ? തിളച്ചോണ്ടിരിക്കുന്നു.
ഞങ്ങൾ എവിടെ പോയി കിടക്കുക ആ കിളവി കിടക്കുന്നതാണ് എന്റെ ജോലി. അമ്മച്ചി എന്നെ അന്വേഷിക്കും. എളുപ്പം നടക്കും. ഈ ഇല്ല യവൻ എവിടെ പോയി കിടക്കായിരുന്നു തീ കത്തിക്കാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ തന്നെ ഉണ്ടല്ലോ കറിയ. അവനെ കൊണ്ട് കത്തിക്കാം. എലിത്തള്ളേ കുറച്ചുകൂടെ കുറച്ചുകൂടെ. അത് മതി. തള്ളക്ക് ഒരു ആവശ്യം വന്നാ ഞാനേ ഉള്ളേ. ഒരു വലിയ പിന്നെ നേരത്തെ പാത്രം പൊട്ടി പിടിച്ചോണ്ട് വന്നു. മാത്രമല്ലാതെ ചെയ്യാനിട്ട് കാണത്തില്ല. അതുകൊണ്ടൊന്നും പറയിക്കരുത്. അങ്ങോട്ട് മാറരുത്. നീ എന്തിനാ വന്നത്? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇറങ്ങല്ലേ? ഉണ്ടായോ? തള്ളണ്ട തള്ളണ്ട, എല്ലാവർക്കും ഉണ്ട്. ആരൊരു സ്നേഹം കാണിക്കും. ഇങ്ങോട്ടുണ്ടോ? എത്ര നാളെന്ന് കരുതിയ എല്ലാവർക്കും കൂടിയുള്ള വൈപ്പ് ഒരു പാത്രത്തിലേ വയ്യ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, അശേഷം വയ്യ. ഒഴിഞ്ഞ വയറിന്റെ മുമ്പില് ശുദ്ധിയും ഐത്തവും ജാതിയും മതവും ഒന്നുമില്ല തിരുമേനി. ആ പട്ടണി കിടന്ന് ചത്തോളൂ. ചോറാദ്യം വേണ്ട. ഓ പിന്നെ ഈ കാട്ടിൽ ഇപ്പൊ കറി ആദ്യം വളർന്നു. പിന്നെ ഞാൻ ചോറ് അങ്ങോട്ട് കൊടുത്തേ. ചാടാറില്ലേ? എടാ ബാപ്പിയേ, നമ്മുടെ ഹാജിയാർക്ക് കട്ടിയുള്ള കഷണങ്ങൾ നോക്കി വിളമ്പ്. ഇന്നിത്തിരി ക്ഷീണ സമയമാണെന്ന് കരുതി ആയ കാലത്ത് നല്ലവണ്ണം തിന്ന് ശീലമുള്ളതാ. കൊണ്ടുവാ. മുന്നിലിട്ട് കുത്താതടാ കുഞ്ഞുവർക്കി. അടുത്ത ഊഴം നിന്റേതല്ലെന്ന് ആരറിഞ്ഞു? അത് കേട്ട് ചിരിക്കാനും കുറെ പേര്. കാട്ടിലും മേട്ടിലും കൂടിയുള്ള ഈ യാത്ര ഇതെന്ന് എവിടെ ചെന്ന് എങ്ങനെ അവസാനിക്കുമോ എന്തോ. ഉരുളുകുട്ടി എത്ര എണ്ണം മരിച്ചു എന്റെ കർത്താവേ. അതേടി, എന്നിട്ട് ആ കൂട്ടത്തിൽ ഞാനും ചത്തില്ലല്ലോന്ന്. ചത്തിരുന്ന് എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് നിനക്കിടന്ന് വിലസാമല്ലോ. പോരെന്നിട്ട് മനസ്സിലിപ്പ് പുറത്തു വരുന്ന കണ്ടില്ലേ എന്റെ ദൈവം കർത്താവേ. വെള്ളം താ. ദൂരെ കഴിച്ചോളെ. ഗുരുത്തം കേട്ടതേ, ഇവിടെ നിന്നാ നിനക്ക് കാര്യം? ആശ്രീകരം ഒന്നും നിർത്താൻ എന്റെ വിളയാട്ടം. കളിക്കാൻ കണ്ട സ്ഥലേ കറന്നു പോകരുന്നു. തനിക്ക് തട്ടിക്കയറാനാ തടുപ്പെങ്കിലും ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോര്. കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കണ്ടിടൂ തന്റെ തുൽമ്. ഇത്രയും കണ്ണീര് കുടിച്ചിട്ടും നിങ്ങളുടെ മനസ്സിലെ വിഷം ഇറങ്ങിയില്ല കൂട്ടരെ. എന്റെ പൊന്നമ്മയല്ലേ, രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതാ ഇത് കഴിക്കേ. 3 ഉരുള കഴിച്ചാ മതി. അമ്മയുടെ കുഞ്ഞുങ്ങളല്ലേ തരുന്നത്. എന്റെ പൊന്നമ്മയല്ലേ. അമ്മേ, എന്റെ അമ്മയല്ലേ. ഇതൂടെ കഴിച്ചു കുഞ്ഞോടമ്മേ, ഇല്ലെങ്കിൽ വിശക്കൂല്ലേ. വിശ്വത്തിൽ കഴിച്ചിട്ടില്ല.
നിന്റെ പങ്ക് വാങ്ങിയല്ലേ? എനിക്കല്ല, നിന്റെ അമ്മയുടെ പങ്ക് വാങ്ങിച്ചാണല്ലോ. അമ്മയ്ക്കുമല്ല, പിന്നെ വിശ്വട്ടനാ. എന്തോ അദ്ദേഹം ഇവിടെ വന്ന് വാങ്ങിച്ച കയ്യിലെ വളവൂരി പോവുമായിരിക്കും. പോട്ടും തച്ചുവേട്ടാ, പൂരപ്പുര വെച്ചേ അംഗത്വമാർ അദ്ദേഹം ഇരിക്കുന്നിടത്തോണ്ട് എന്ന് വിളമ്പുമായിരിക്കും. ഒരു വിശ്വേട്ടൻ. നീയാ മോളെ പാത്രം. ആ ഒഴി കൊണ്ടു കൊണ്ടു. മോളെ വിവാത്തുവോ? സൂക്ഷിക്കണേ, നിറവയറാണ്, അതും കടിഞ്ഞൂല്. പാവം. അല്ലേ, നിങ്ങൾ അവന് വിളമ്പിയ ശേഷം എനിക്ക് വിളമ്പുന്നതിന് സാരം തിന്നാ അവന്റെ ഉച്ചസം ഞാൻ തിന്നോ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേടാ ആദ്യം വിളമ്പാൻ നോക്കൂ. വിളമ്പിച്ച തല മോനോ ഒറ്റയ്ക്ക് നദിക്കോ? ഓ പിന്നെ അതിന് നിന്റെ അനുവാദം ആർക്ക് വേടാ? പട്ടി കാല് പിടിക്കാൻ തൊഴിൽ വെച്ചിട്ടുണ്ടോ? ഒന്നിന് രണ്ടായിട്ട് നീ തിരിച്ചു വാങ്ങിക്കും. നിനക്ക് മാത്രമേ തെമ്മാടത്തിനെ കാണിക്കാൻ പറ്റത്തുള്ളൂ വിചാരിച്ചോടാ. നെകളിച്ചോടാ, അധിക പ്രസംഗങ്ങളെ നെകളിച്ചോ. അതും അന്നത്തിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നെകളിച്ചോ, കുണം പിടിക്കും. ഓ എന്റെ ഏലി, നിന്റെ ഈ വിധിയാണൊരു വിധി. ആണോ? ആണെങ്കിലേ ഞാനങ്ങ് കഴിച്ചു. ഒരു സഹതാപക്കാരി. അയ്യോ, ഞാൻ പറഞ്ഞതിന്ന് എടുത്തേ. എടാ പാപ്പിമോനെ, എടാ കറിയാമോനെ, പരുന്നടാ മക്കളെ, വന്ന് ചോറ് തിന്നെ. നശിച്ച യാത്ര. ഇനി എത്ര ദിവസം ആ വണ്ടിയിലിരുന്ന് കുലുങ്ങി എരിങ്ങിയാലാണ് എന്റെ കർത്താവേ. ആ നങ്ങാർത്തോടിയിലെങ്ങാനുമായിരുന്നു ആയുസ് എത്തി മരിക്കാമായിരുന്നു. അത്ര തെണ്ണാണെങ്കിലേ അങ്ങോട്ട് തന്നെ തിരികെ ചെല്ല്. അതെടി, എന്നിട്ട് വേണം. നീ അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണ്ട. എന്നതാടാ ഒരു വശം കേട്ട ഒന്നുമില്ല. ഇത്രയും നാളിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് ചോദിക്ക് ശിവ, ഒന്നുകൂടെ ചോദിക്ക്. ഏതാണ്ട് ഇടിവെട്ടാ നിന്ന് നേരത്ത ഇതിയാന്റെ മിന്ന് എന്റെ കഴുത്തേ വന്ന് വീണു. ഇതിനെപ്പോഴാണോ ഒരു വിമോചനം? അല്ലേ, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരാളുടെ നിഴല് കണ്ട മറ്റേ ആള് വലിയ. എന്തിനാ ഇങ്ങനൊരു അകൽച്ച? അകൽച്ചല്ല മറിയേ, വിധി. അവൻ ഓർമ്മ വയ്ക്കുമ്പം ഞാൻ അങ്ങ് ലോറിത്താവളത്തിലാ. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും, 2 ദിവസം, പിന്നെയും ഓട്ടം തന്നെ. ദാക്ഷായണിയായിരുന്നു ഇടയ്ക്കൊരു കണ്ണി. അവള് പോയപ്പോ അത് പറ്റും. തമാശയായിട്ടല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നത്. എനിക്കവളെ ഇഷ്ടമാണ്, സ്വന്തമാക്കണമെന്നുണ്ട്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വിശ്വേട്ടനോട് എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല, അതിനുള്ള കഴിവില്ല എനിക്ക്. ദയവ് ചെയ്ത് ഞങ്ങളെ പിരിക്കരുത്.
അമ്മേ, അമ്മേ, നമ്മുടെ കുഞ്ഞുമോള് അവളെ ശിവൻ ഇഷ്ടാണെന്ന് അമ്മ കേൾക്കുന്നുണ്ടോ? ഞാനൊരു വാക്ക് കൊടുത്തു. അമ്മേ, അമ്മേ. എന്നെ പോലൊരുത്തനെ എന്ത് തെറ്റതാണ് ഞാൻ ചെയ്ത തെറ്റ്? കിടന്ന് ചത്തു നടന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. അവന്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ വകയായിരിക്കും വഴി. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? അയ്യോ വണ്ടി ഒന്ന് നിർത്തണേ! അയ്യോ അയ്യോ വണ്ടി ഒന്ന് നിർത്തണേ! വണ്ടി ഒന്ന് നിർത്തണേ! വണ്ടി നിർത്തണോ? വണ്ടി നിർത്താൻ! എന്താ എലിപ്പൊണ്ണേ കാര്യം? അയ്യോ വിവാഹത്തിന് നോവ് തുടങ്ങി. അയ്യോ ദൈവമേ, ഈ നടുക്കാട്ടില് എന്റെ ഉമ്മ. എന്താ എന്തൊക്കെ? അയ്യോ ഈ ആണുങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങിയില്ല. കൊച്ചിന്റെ കിടപ്പ് കുറച്ച് കുഴപ്പത്തില്ല. അപ്പാത്തിക്കീരിയോ പതിച്ചോ വിളിക്കണം, അല്ലെങ്കിൽ ഏനക്കേടാവും. ഒന്ന് നിൽക്കണേ. ഇവിടെ അടുത്തെങ്ങാനും പേറ്റിച്ചിയോ ഡോക്ടറോ ആശുപത്രിയോ വല്ലതും ഉണ്ടോ? എവിടെയാ? അവിടെയോ? എത്ര ദൂരം പോണം? 9 മൈലോ കിലോമീറ്ററോ മറ്റോ ആവും. ആ, അത് ആശുപത്രി ആവൂല, വല്ല ഹെൽത്ത് സെന്ററോ മറ്റോ ആവും. അതെങ്കിൽ അത് പക്ഷെ അത്രയും ദൂരം നമ്മുടെ വണ്ടിയിൽ അവിടെ എപ്പോ എത്താനാ? അതുവരെ അവള് നോവ് താങ്ങൂല്ല. അനുഭവിച്ചോ. ആര് പറഞ്ഞു ഇതിനൊക്കെ? ഇക്കാലത്ത് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ എന്നാ ചെലവാ. ഒരു കണക്കിന് എന്റെ പെമ്പറന്നോര് പറഞ്ഞത് കർത്താവിന്റെ അനുഗ്രഹം തന്നെ. നീ വലിയവനാണേ. നമുക്ക് നിർത്തിക്കാം. ഒന്ന് നിർത്തണേ. ഒരു അത്യാവശ്യം ഒന്ന് നിർത്തണേ. ഇല്ലാത്ത ഒരാളെ നിർത്തണേ. ഒന്ന് തിരിച്ചറിയാം. മെല്ലെ
നാണക്കേടാ. മെല്ലെ നടക്ക്. അതൊക്കെ അങ്ങോട്ട് കാണിക്കാം. പിടിച്ച് കയറി, പിടിച്ച് കയറി. ആ കുഞ്ഞാണ്. ദൈവം അവൾക്ക് ആയുസ് കൊടുത്തില്ല. ചോര കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഇവിടെ പെണ്ണുങ്ങളാരുമില്ലേ? ഇവിടെ തന്നെ ജീവിക്കാനേ നിർത്തിയില്ല, പിന്നെ ഈ ചോര കുഞ്ഞിനെ. പറ, നമുക്ക് പോവാം. പറയാൻ വളരെ എളുപ്പമാണ്, അനുഭവിക്കണ്ടല്ലേ. നമ്മളുടെ കാര്യം കട്ടത്തില്ല. അല്ലേ ഒരു അലുവാ കഷ്ണം പോലത്തെ കുഞ്ഞ്, നമുക്കതിനെ എടുത്ത് വളർത്താം. നിനക്ക് വളർത്താം, അതിനെന്തോന്ന് ഉരുട്ടി കൊടുക്കും? നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. നിനക്ക് പിറാൻ കർത്താവ് വിധിച്ചിട്ടില്ലേ പിറണ്ട, അത്ര തന്നെ. കണ്ട മാപ്പിളമാരുടെ കുഞ്ഞുങ്ങളൊന്നും ദത്തെടുക്കേണ്ട ഗതികേട് ഈ ഇട്ടുരാശന്റെ മകൻ കുഞ്ഞുവർക്കിക്ക് വന്നിട്ടില്ല. നാ ഉടക്കിരണം കേട്ടോളെ, നമുക്ക് വളർത്താം. നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാം.